പലപ്പോഴും നമ്മൾ അടുത്ത് വന്നിട്ട് പറയുന്നതാണ് വായയിൽ മുറിവുണ്ടായിരുന്നു. അപ്പോൾ അത് സ്വന്തം ഉണങ്ങും എന്ന് കരുതി അതിനെ ശ്രദ്ധിക്കാതെ വിട്ടു എന്നാണ് പറയുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിലുള്ള ഏതൊരു വായ്പുണ്ണും 1 2 ആഴ്ച കൊണ്ട് ചെറിയ രീതിയിലുള്ള ചികിത്സ കൊണ്ട് തന്നെ മാറിപ്പോകുന്നതാണ്. എന്നാൽ അത് നിലനിൽക്കുകയും ചെറിയ രീതിയിലുള്ള വേദന ഇല്ലാത്ത രീതിയിൽ വരികയാണെങ്കിൽ, നിലനിൽക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ സ്മോക്കിംഗ്, അല്ലെങ്കിൽ പുകയിലയുടെ പല രീതിയിലുള്ള ഉപയോഗങ്ങൾ വായിലുള്ള ആളുകൾ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും അത് ശ്രദ്ധിക്കണം. ഇല്ലാത്ത ആളുകൾക്കും പല്ല് തട്ടിയിട്ട് ചെറിയ രീതിയിൽ മുറിവ് അത് ഉണങ്ങണില്ലെങ്കിൽ നിർബന്ധമായിട്ടും ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിക്കണം. സാധാരണ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ഒരു ചെറിയ ഒരു ഒ.പി പ്രൊസീജിയർ, ചെറിയൊരു ബയോപ്സി ഡെൻറ്റിസ്റ്റോ അല്ലെങ്കിൽ ENT ഡോക്ടറോ ബയോപ്സി എടുത്താൽ തന്നെ അത് ക്യാൻസർ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ മുറിവുകൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഏതിനെ ക്യാൻസർ ആണെന്ന് സംശയിക്കണമെങ്കിൽ സാധാരണ ഉണങ്ങാത്ത മുറിവ്, വേദനയില്ലാത്ത മുറിവ്, പിന്നെ അതുപോലെ തന്നെ ചിത്രത്തിൽ കാണുന്ന പോലെ വൈറ്റ് പാച്ച്, ഒരു പാച്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെഡ് പാച്ച്, ഒന്നിനെ എറിത്രോപ്ലാക്കിയ എന്നും ഒന്നിനെ ല്യൂക്കോപ്ലാക്കിയ എന്നുമാണ് പറയുക. ഈ രീതിയിലുള്ള അടയാളങ്ങളോ തടിപ്പുകളോ പാച്ച് പോലുള്ള രീതിയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് വായ തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം നമ്മൾ ക്യാൻസറിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണങ്ങളായി ഉൾക്കൊണ്ട് നമ്മൾ ഉടനെ സ്മോക്കിംഗ് ശീലമുള്ള ആളുകൾ ഉടനെ സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വളരെ തുടക്കത്തിൽ കണ്ടുപിടിച്ച വായയിലെ നാവിൻ്റെ ക്യാൻസറിന് സർജറി മാത്രമാണ് ട്രീറ്റ്മെൻറ്റ്. സർജറി ചെയ്ത് ഉൾപ്പെട്ട അവയവഭാഗം ഒഴിവാക്കുക. അതുപോലെ തന്നെ കഴുത്തിലെ കഴലുകളിലേക്ക് ക്യാൻസർ പടരാനും അത് കാരണം മരണത്തിന് കാരണമാവാനും സാധ്യത ഉള്ളതുകൊണ്ട് അതിനെ നിർബന്ധമായിട്ടും പിന്നെ കഴുത്തിൻ്റെ സർജറി കൂടെ ഇതിനുണ്ടാവും. തുടക്കത്തിലുള്ള വായിലെ ക്യാൻസർ അല്ലെങ്കിൽ പുകയുമായി ബന്ധപ്പെട്ടുള്ള ക്യാൻസർ സർജറി മാത്രമാണ് ചികിത്സ. റേഡിയേഷനോ കീമോതെറാപ്പിയോ ഒന്നും ആവശ്യമില്ല. വലിയ രീതി സ്റ്റേജ് 2, 3, 4 ആവുമ്പോൾ അതിൻ്റെ ചികിത്സ വളരെ കോംപ്ലക്സ് ആവും. അതിലുപരി ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ സർജറിക്ക് ശേഷമോ റേഡിയേഷന് ശേഷം ഉണ്ടാവാം. അതുപോലെ തന്നെ സംസാരത്തിലുള്ള വ്യത്യാസം നല്ല രീതിയിൽ ഉണ്ടാവാം. നമ്മളെ കാണാനുള്ള മുഖത്തിലുള്ള ഫേസിലുള്ള രൂപഭംഗി വരെ ഇതിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ദുശ്ശീലങ്ങളുള്ള ആളുകൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം. എന്തെങ്കിലും മാറാത്ത മുറിവുകൾ ഉണ്ടെങ്കിൽ ഉടനെ നിയർ ബൈ അടുത്തുള്ള ഡോക്ടേഴ്സിനെ കണ്ട് ബയോപ്സി എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ബയോപ്സി എടുത്ത് അത് നല്ല രീതിയിൽ ചികിത്സിച്ച് അല്ലെങ്കിൽ തുടർന്നുള്ള ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഉള്ള മെസ്സേജ്.